ഇത് എളുപ്പമുള്ളൊരു ചാപ്റ്റർ അല്ലേ? അമ്മേ, അച്ഛൻ വന്നു. എന്താ എല്ലാരും വലിയ സന്തോഷത്തിലാണല്ലോ. നോക്കച്ച, ഡിസ്ട്രിക്ട് തലത്തിൽ ചെസ് കളിയിൽ എനിക്ക് ഫസ്റ്റ് കിട്ടിയിരുന്നില്ലേ? ഇനി കളി നടക്കുന്നത് സ്റ്റേറ്റ് ലെവലിലാണ്. മത്സരം പത്തനംതിട്ടയിൽ വെച്ച. അച്ഛൻ 2 ദിവസം ലീവ് എടുത്ത് എന്റെ കൂടെ വരണം. പ്ലീസ് ചേട്ടാ, ഇനി വർക്ക്സൈറ്റ് കമ്പനി എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞേക്കല്ലേ. സ്റ്റേറ്റ് ലെവൽ കൂടി ഫസ്റ്റ് കിട്ടിക്കഴിഞ്ഞാ പിന്നെ നാഷണൽ ലെവലാണ് കളി. പിന്നെ ഇവൾ ആരാ? എന്താ ഇത്ര ആലോചിക്കാൻ? ഓക്കെ, ഞാൻ ഇവിടെ കൊണ്ടുപോവാം. മോള് ഞാൻ റെഡി ആയിക്കോ. താങ്ക് യു ചേട്ടാ, ഞാനും കൂടെ വരട്ടെ? വേണ്ട, ഈ പ്രഗ്നൻസി പീരീഡിൽ കഴിയുന്ന യാത്ര ഒഴിവാക്കുന്നതാണ് നല്ലത്. ഞാനും മിനിമോളും കൂടെ പൊയ്ക്കോളാം. ഓക്കെ, മോളെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ഓ, അതെനിക്ക് അറിയാവുന്നതാണല്ലോ. ഓപ്പറേഷൻ ചെയ്യാനോ? ആദിത്യ വർമ്മ, അത് വളരെ റിസ്ക് ആണ്. ആ റിസ്ക് ഞാൻ അങ്ങോട്ട് ഏറ്റെടുത്തു. ഈ ഓപ്പറേഷൻ 20 ലക്ഷത്തോളം രൂപ ചെലവാകുവേ. 20 30 എത്രയാന്ന് വെച്ചാൽ ഞാൻ തരാം. എനിക്ക് മിനിമോളെ പഴയതുപോലെ തിരിച്ചു കിട്ടണം. ഇനി ഒരിക്കലും ആളുകളെ കൊണ്ട് ഭ്രാന്തന്റെ മകൾ ഭ്രാന്തിയായി എന്ന് പറയിപ്പിക്കരുത്. എങ്കിൽ നിങ്ങളും ഭാര്യ ഓപ്പറേഷന് സമ്മതമാണെന്നും എന്ത് സംഭവിച്ചാലും ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കൊള്ളാമെന്നും എഴുതി ഒപ്പിട്ട് തരണം. ഞങ്ങൾക്ക് റിസ്ക് എടുക്കാൻ വയ്യ. ഇല്ല, അവൾ അറിഞ്ഞാൽ ഇതിന് സമ്മതിക്കില്ല. ഞാൻ അവളുടെ ഒപ്പുകൂടി ഇട്ട് തരാം. എനിക്ക് എങ്ങനെയെങ്കിലും കാര്യം നടന്നേ പറ്റൂ. ഓപ്പറേഷൻ പരാജയപ്പെട്ടാൽ മിനിമോളുടെ ജീവിതകാലം മുഴുവൻ കോമ സ്റ്റേജിലാവും. അതുകൊണ്ട് ഒന്നുകൂടി ആലോചിച്ചിട്ട്. സാർ പ്ലീസ്, എല്ലാം ശരിയാവും. എത്രയും പെട്ടെന്ന് ഒന്ന് ഓപ്പറേഷൻ നടത്തണം. ശരി, എങ്കിൽ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് തന്നെ ഓപ്പറേഷൻ തുടങ്ങാം. ഓക്കെ സാർ. സാധാരണഗതിയിൽ രാവിലെ 6 മണിയാകുമ്പോഴേക്ക് റിസൾട്ട് അറിയാം. പരമാവധി 24 മണിക്കൂർ വേണം. അതായത് നാളെ വൈകുന്നേരം 6 മണിയാകുമ്പോഴേക്കും കറക്റ്റ് റിസൾട്ട് അറിയാം. റെഡി അല്ലേ? റെഡി. ഡോക്ടർ ഡേവിഡ്, മിനിമോൾ ഉടൻ തന്നെ ഓപ്പറേഷൻ റെഡിയാക്കൂ. ഓക്കെ സാർ. അയ്യോ വേണ്ട അച്ഛാ, പ്ലീസ് അച്ഛാ, പ്ലീസ് അച്ഛാ. അച്ഛാ, ഇനി ഞാൻ വിലാസിനെ ആവില്ല അച്ഛാ. പ്ലീസ് അച്ഛാ, പ്ലീസ് അച്ഛാ, ഞാൻ അങ്ങനെ ആവില്ല അച്ഛാ. ഞാൻ വിലാസിനെ ആവില്ല അച്ഛാ. അച്ഛാ എന്നെ കൊണ്ടുപോലെന്ന് പറ അച്ഛാ. ഞാൻ വിലാസിനെ ആവില്ല അച്ഛാ. എനിക്ക് ഓപ്പറേഷൻ വേണ്ട. മോളെ നടക്ക്. ഹലോ. ഹലോ ചേട്ടാ, ഇതെന്തു പറ്റി? ഇന്ന് തീരെ വിളിച്ചില്ലല്ലോ. നിങ്ങൾ പത്തനംതിട്ടയിൽ എത്തിയില്ലേ? ആ, എത്തി. മിനിമോൾക്കൊന്ന് ഫോൺ കൊടുക്കുവോ? അത് പിന്നെ മിനിമോള് ഉറങ്ങുക. ഇത്ര നേരത്തെയോ? എന്തു പറ്റി? അത് പിന്നെ ചേട്ടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, ഒരു പ്രശ്നമില്ല. അല്ല, മിനിമോള് പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലല്ലോ? ഏയ്, പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. ശരി, വെക്കട്ടെ. ഇതെന്താ മാഷേ, ഫോൺ വെക്കാൻ ഇത്ര ധൃതി? പിന്നെ നമ്മുടെ വാവയോട് സംസാരിക്കുന്നില്ലേ? അത് പിന്നെ സംസാരിക്കാം. ശരി, എന്നാ വെക്കട്ടെ. അല്ല വർമാജി, താങ്കൾക്ക് ഞാൻ സ്പെഷ്യൽ റൂം അറേഞ്ച് ചെയ്തതാണല്ലോ. ഡ്രസ്സെല്ലാം മാറ്റി വിശ്രമിക്കാമായിരുന്നില്ലേ? എന്തോ എനിക്കൊന്നിനും തോന്നുന്നില്ല. ഓപ്പറേഷന്റെ റിസൾട്ട് വരുന്നവരെ ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. വർമാജി ഇത്ര നേരം ഭക്ഷണം കഴിച്ചിട്ടില്ലെന്ന് സിസ്റ്റർ പറഞ്ഞു. ഇതെന്താ, നിരാഹാരം കിടക്കുകയാണോ? ഡോക്ടർ പ്ലീസ് ലീവ് മീ അലോൺ. മിനിമോളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ട് ഞാൻ ഇനി ഭക്ഷണം കഴിക്കുന്നുള്ളൂ, ഉറങ്ങുന്നുള്ളൂ, ജീവിക്കുന്നുള്ളൂ. റിലാക്സ് മാൻ. അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞു. നാളെ വൈകിട്ട് റിസൾട്ട് വരും. രാവിലെ 6 മണിക്ക് തന്നെ റിസൾട്ട് അറിയാമെന്നാണല്ലോ ഡോക്ടർ പറഞ്ഞേ. രാവിലെ നോക്കാം, പക്ഷേ ഫുള്ളായിട്ട് റിസൾട്ട് അറിയണമെങ്കിൽ വൈകുന്നേരമാകും. എന്നാ ശരി. ഹലോ. ഹലോ ചേട്ടാ. പറ മോളെ. ഇന്നലെ രാത്രി തീരെ ഞാൻ ഉറങ്ങിയിട്ടില്ല. കുറെ പേടിപ്പിക്കുന്ന സ്വപ്നങ്ങൾ കണ്ടു. മരിച്ചുപോയ മുത്തശ്ശനെയും മുത്തശ്ശിയെയും വരെ കണ്ടു. ശരിക്കും ഇന്നലെ ഒരു കാളരാത്രിയായിരുന്നു. ചേട്ടൻ ഒന്ന് മിനിമോൾക്ക് ഫോൺ കൊടുക്കുവോ? അത് മിനിമോൾ എഴുന്നേറ്റിട്ടില്ല. സാധാരണ ഈ സമയമാകുമ്പോഴേക്കും എഴുന്നേൽക്കേണ്ടതാണല്ലോ. എന്താ പ്രശ്നം?
ചേട്ടനിപ്പോ എവിടെയാ ഉള്ളത്? ഞാനിപ്പോ ഹോസ്പിറ്റലാ. ഏ, ഹോസ്പിറ്റലോ? ഏത് ഹോസ്പിറ്റലിൽ? എന്താ പ്രശ്നം? ഐ ആം സോറി, എക്സ്ട്രീംലി സോറി. ഞാൻ നിന്നോട് പറയാതെ മിനിമോളുടെ ഓപ്പറേഷൻ നടത്തി. ഞങ്ങളിപ്പോ ഹോസ്പിറ്റലിലാ. നോ ദുഷ്ട, എന്നോടൊരു വാക്ക് പറയാതെ നിങ്ങൾ ഓപ്പറേഷൻ നടത്തിയല്ലേ? മോളെ, ഞാൻ പറയുന്നത് കേൾക്ക്. എനിക്കിനി ഒന്നും കേൾക്കണ്ട. ഹലോ ഹലോ ഐശ്വര്യ, എന്നോടൊരു വാക്ക് പോലും ചോദിക്കാതെ എന്റെ മകളുടെ ഓപ്പറേഷൻ നടത്തിയ ചതിയല്ലേ? എന്റെ മുന്നിൽ വേറെ വഴികളില്ലായിരുന്നു. എന്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിക്കട്ടെ, നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഐശ്വര്യ സർ, മിനിമോളെ പോയി കണ്ടൂടെ? അത് പിന്നെ 12 മണിക്കൂറിന്റെ റിസൾട്ട് അറിയാമെങ്കിലും പൂർണ്ണമായി അറിയണമെങ്കിൽ 24 മണിക്കൂർ കഴിയും. വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്യും. കറക്റ്റ് റിസൾട്ട് അപ്പറിയാം. എനിക്ക് എന്റെ മോൾ ഇപ്പൊ തന്നെ കാണണം. സാർ പ്ലീസ്, ഞങ്ങളുടെ ടെൻഷൻ കൂടുകയാണ്. ആ ശരി, എങ്കിൽ ഇപ്പോൾ അവൾ റെസ്പോണ്ട് ചെയ്തിട്ടില്ലെങ്കിൽ പേടിക്കണ്ട. വൈകുന്നേരം വരെ നമുക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കാം. ഓക്കെ? മിനിമോളെ, മിനിമോളെ, മോളെ, മിനിമോളെ, 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 മോളെ, ഞാൻ നിന്റെ അമ്മയാ. നിനക്ക് എന്നെ ഓർമ്മയില്ലേ മിനിമോളെ? നിങ്ങൾ എന്തേ ചോദിക്കുന്നേ? അച്ഛനമ്മയും പോയിട്ട് സ്വന്തം പേര് പോലും അവൾക്ക് ഓർമ്മയുണ്ടാവില്ല. നമ്മുടെ ചോദ്യങ്ങൾക്ക് എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. മിനിമോളെ, മോളെ, മിനിമോളെ, മോളെ, മിനിമോളെ, മിനിമോളെ ഒന്ന് ചിരിക്കൂ, ഒന്ന് തിരിഞ്ഞെടുക്കൂ. മോളെ, മോളെ, മോളെ. മിനിമോളെ, എന്തെങ്കിലും ഒന്ന് പറ. ഡോക്ടർ, മിനിമോൾക്ക് ഒരു പ്രതികരണം ഉണ്ടല്ലോ. അപ്പൊ ഓപ്പറേഷൻ പരാജയപ്പെട്ടു അല്ലേ? നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ ആവാതിരിക്കൂ. ഒരു മേജർ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അവൾ ഇപ്പോൾ ഇങ്ങനെ ഉണർന്നിട്ടേ ഉള്ളൂ. വൈകുന്നേരം 6 മണി വരെ സമയമുണ്ട്. എന്നിട്ടും പ്രതികരിച്ചിട്ടില്ലെങ്കിൽ ഓപ്പറേഷൻ പരാജയപ്പെട്ടത് പറയാൻ പറ്റൂ. എന്റെ ഐശ്വര്യ, ഒന്ന് വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്യ്. ദുഷ്ട, നിങ്ങൾ എന്നോടൊരു വാക്ക് സംസാരിക്കരുത്. സന്തോഷമായില്ലേ നിങ്ങൾക്ക്? യാതൊരു കുഴപ്പമില്ലാത്ത കുട്ടിയെ ജീവച്ചവാക്കിയപ്പോ നിങ്ങൾ എന്ത് നേടി? നിങ്ങൾ എന്നെയും എന്റെ മകളെയും ചതിച്ചു. ഞങ്ങൾ നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തത്? നോക്ക്, ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. ഓപ്പറേഷൻ വിജയിക്കുന്നാണ് വിചാരിച്ചത്. മിനിമോൾ നിങ്ങളുടെ മാത്രം മകളല്ല, 10 മാസം നൊന്ത് പ്രസവിച്ച എന്റെ കൂടി മകളാണ്. ഇത്രയും മേജറായ ഓപ്പറേഷന്റെ കാര്യം എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? മാഡം, ബഹളം വെക്കരുത്. ഇതൊരു ഹോസ്പിറ്റലാണ്. ഡോക്ടർ, നിങ്ങളും പണത്തിന് വേണ്ടി ഈ ചതിക്ക് കൂട്ടുനിന്നു. ഈ ദുഷ്ടനോട് പറയാമായിരുന്നില്ലേ മകളുടെ അമ്മയോടൊപ്പം വരാൻ? ഇപ്പൊ എല്ലാവർക്കും സമാധാനമായില്ലേ? സത്യമായിട്ട് ഓപ്പറേഷൻ വിജയിക്കുന്നാണ് ഞാൻ കരുതിയത്. ഇതിലും ഭേദം നിങ്ങൾക്ക് അവളെ കഴുത്ത് ധരിച്ച് കൊല്ലാമായിരുന്നില്ലേ? നിങ്ങൾ നോക്കിക്കോ, എന്നോട് ഇത്രയും വലിയ ക്രൂരത കാണിച്ച നിങ്ങൾ ഞാൻ വെറുതെ വിടില്ല. നിങ്ങളോട് ഞാൻ പ്രതികാരം ചെയ്യും, ശക്തമായി പ്രതികാരം ചെയ്യും. നോക്കിക്കോ. മാഡം, വൈകുന്നേരം വരെ ഒന്ന് വെയിറ്റ് ചെയ്യൂ. 6 മണി വരെ സമയമില്ലേ? ഇനി എന്ത് പ്രതീക്ഷിക്കാൻ? മിസ്റ്റർ ആദിത്യവർമ്മ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. നിങ്ങളുടെ മകൾ ചെറുതായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നു. ഓപ്പറേഷൻ വിജയിച്ചു എന്നാ തോന്നുന്നു. ഓക്കെ, താങ്ക് യു ഡോക്ടർ. മിനിമോളെ, 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 ഞാൻ നിന്റെ അച്ഛനാണ്. അച്ഛനെ അമ്മയെന്ന് ഓർക്കാൻ അവൾക്ക് സാധിക്കില്ല. എല്ലാം ഇനി ആദ്യം മുതൽ പഠിപ്പിച്ചു തുടങ്ങണം. മോളെ, മോളുടെ പേര് മിനി എന്നാണ്. ഇത് മോളുടെ അച്ഛൻ ആദിത്യവർമ്മയാണ്. അച്ഛാ, മോളെ, അമ്മ ഉടനെ വരും. സർ, ആ പ്രഭാകരന്റെയും രാജേന്ദ്രന്റെയും ഫോട്ടോ എന്റെ കയ്യിലുണ്ട്. ഞാനത് കാണിക്കട്ടെ? അപ്പോഴല്ലേ നമ്മളുടെ ഓപ്പറേഷൻ വിജയിച്ചു എന്ന് പറയാൻ പറ്റും. തീർച്ചയായും. മോളെ, ഇവരാരാണെന്ന് മോക്കറിയോ? ഇവരൊക്കെ ആരാ അച്ഛാ? ഏയ്, ആരുമല്ല. മോളുടെ ആരുമല്ല. മോൾക്ക് അമ്മയെ കണ്ടേ? ഞാൻ പെട്ടെന്ന് ഇവളുടെ അമ്മയും കൂട്ടി വരാം. ഡോക്ടർ, ടേക്ക് കെയർ. ഓക്കെ സർ. ഐശ്വര്യ, നല്ല പാർട്ടിയാ. ഇവിടെ വന്ന് കിടക്കുക. ഞാൻ ആകെ പേടിച്ചുപോയി. നോക്ക്, മിനിമോളുടെ എല്ലാ പ്രശ്നവും തീർന്നു. നമ്മളുടേതും എല്ലാ പ്രശ്നവും തീർന്നു. നിനക്കറിയാലോ, ഓപ്പറേഷൻ ഞാൻ നിന്നോട് ചോദിക്കാതെയാ ചെയ്ത്. പക്ഷെ എന്നാലെന്താ, മിനിമോൾ ഇപ്പൊ പക്കേ എന്നെ നിന്നെയൊക്കെ തിരിച്ചറിയും. മോളെ, ഐശ്വര്യ, 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 ഐശ്വര്യ,
നോക്ക്, മോക്കൊന്നും പറ്റിയില്ല. പ്ലീസ് ഐശ്വര്യ.